പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, സ്വർഗാരോഹണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന തിരുവചന ഭാഗങ്ങൾ ധ്യാനിച്ച് സ്വർഗാരോഹണമെന്ന മഹാരഹസ്യത്തിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാൻ ശ്രമിക്കാം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 50 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ. അവൻ അവരെ ബഥാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു. അവർ അവനെ ആരാധിച്ചു. അത്യന്തം ആനന്ദത്തോടെ ജെറുസലേമിലേക്ക് മടങ്ങി. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. 24-ാം അധ്യായം 44 മുതൽ 49 വരെയുള്ള വാക്യങ്ങളിൽ ഉചിതനായ കർത്താവ് സ്വർഗാരോഹണത്തിന് മുമ്പ് അവർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരുടെ ദൗത്യത്തെക്കുറിച്ചുള്ള ബോധ്യമൊക്കെ നൽകി അവസാനം അവരോട് പറഞ്ഞു, ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ എന്ന് പറഞ്ഞിട്ട് യേശു അവരെ ബഥാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി. അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു. ശിഷ്യന്മാർ ദൃക്സാക്ഷികളാണ് സ്വർഗാരോഹണത്തിന്റെ. പക്ഷേ അവർ കണ്ടു. ആ കാഴ്ചയിൽ മുഴുവൻ വിവരിക്കാൻ പറ്റില്ല. അതാണ് ഈ വാക്കുകളിൽ വ്യക്തമാക്കുന്നത്. കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു. അവർ അത്യന്തം ആനന്ദത്തോടെ ജെറുസലേമിലേക്ക് മടങ്ങി. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. സ്വർഗാരോഹണമെന്ന രഹസ്യം യേശുവിൻ്റെ മരണോത്ഥാനത്തിൻ്റെ പൂർത്തീകരണമാണ്. അപ്പസ്തോലന്മാർ യേശുവിൻ്റെ സ്വർഗാരോഹണത്തിൻ്റെ ദൃക്സാക്ഷികളാണ്. പക്ഷെ കണ്ണുകൾ കൊണ്ട് കണ്ടതിനപ്പുറത്തെ മഹാരഹസ്യമാണ് ഈ സ്വർഗാരോഹണം. ലൂക്കായുടെ സുവിശേഷത്തോടൊപ്പം അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളും നമ്മൾ ശ്രവിക്കണം. അപ്പോൾ ഇവയെക്കുറിച്ച് കുറച്ചുകൂടെ വിശദീകരണം നമുക്ക് ലഭിക്കും. ഉത്ഥിതനായ കർത്താവ് ശിഷ്യഗണത്തിന് പ്രത്യക്ഷപ്പെട്ട് അവർ ഒരുമിച്ചു കൂടിയിരിക്കുമ്പോൾ അവർ ചോദിച്ചു, അവിടുന്ന് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ച് നൽകുന്നത് ഇപ്പോഴാണോ? യേശു പറഞ്ഞു, പിതാവ് സ്വന്തം അധികാരത്തിൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമല്ല. അത് പിതാവ് നിശ്ചയിച്ചുറച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ കടമ എന്താണ്? തൊട്ടടുത്ത വാചകം ശ്രവിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുകയും ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. നിങ്ങളുടെ കടമ ഇതാണ്. കർത്താവിൻ്റെ ആഗമനത്തിൻ്റെയും രാജ്യം പുനഃസ്ഥാപിക്കുന്നതിൻ്റെയും സമയവും കാലവും വിധവുമൊന്നും അറിയുകയല്ല ശിഷ്യരുടെ ധർമ്മം. ശിഷ്യരുടെ ധർമ്മം കർത്താവിൻ്റെ അറിയിപ്പനുസരിച്ച്, അരുളപ്പാടനുസരിച്ച് കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിച്ച് ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും യേശുവിന് സാക്ഷികളാകണം. യേശുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കണം. യേശു എന്ന വ്യക്തിക്ക് സാക്ഷ്യം നൽകണം. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കെ അവൻ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു. ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു. അപ്പൊ സ്വർഗാരോഹണം അവർ കണ്ടു. എന്നാൽ ഒരു മേഘം വന്ന് അവരുടെ ദൃഷ്ടിയിൽ നിന്ന് ആ മഹത്വത്തെ, ആ രഹസ്യത്തെ മറച്ചു. ദൈവമഹത്വ ദർശനം പൂർണ്ണമായി ലഭിച്ചില്ല അവർക്ക്. അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പേർ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, അല്ലയോ ഗലീലിയരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. ഇതാണ് സ്വർഗാരോഹണത്തെക്കുറിച്ച് ലൂക്കായുടെ സുവിശേഷത്തിലും ലൂക്ക തന്നെ അപ്പസ്തോല പ്രവർത്തനത്തിലും പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ സ്വർഗാരോഹണത്തെക്കുറിച്ച് പൗലോസ് ശ്ലീഹ പറയുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം
8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. പൗലോസ്ലീഹ ദൃക്സാക്ഷി അല്ല, പക്ഷേ പൗലോസ്ലീഹ സ്വർഗാരോഹണത്തെ കുറിച്ചുള്ള ദൈവശാസ്ത്രം നന്നായി അവതരിപ്പിച്ചിട്ടുണ്ട്. അവൻ ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ അസംഖ്യം തടവുകാരെ കൂടെ കൊണ്ടുപോയി. യേശുവിന്റെ സ്വർഗാരോഹണത്തെയാണ് ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തു എന്ന് പറഞ്ഞേക്കുന്നത്. അവൻ ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ അസംഖ്യം തടവുകാരെ കൂടെ കൊണ്ടുപോയി. മനുഷ്യർക്ക് അവൻ ദാനങ്ങൾ നൽകി. അവൻ ആരോഹണം ചെയ്തു എന്നതിൻ്റെ അർത്ഥം എന്താണ്? അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്നുകൂടെ അല്ലേ? കർത്താവ് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ശ്ലീഹ പറയുന്നു, ഭൂമിയിലേക്ക് മാത്രമല്ല, ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക്, അതായത് പാതാളത്തിലേക്ക് ഇറങ്ങിയെന്നു കൂടെ അല്ലേ? ഇറങ്ങിയവൻ തന്നെയാണ് എല്ലാ വസ്തുക്കളെയും പൂരിതമാക്കാൻ വേണ്ടി എല്ലാ സ്വർഗങ്ങൾക്കും ഉപരിയായി ആരോഹണം ചെയ്തവനും. അപ്പൊ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി, എന്നിട്ട് എല്ലാ സ്വർഗങ്ങൾക്കും ഉപരിയായി ആരോഹണം ചെയ്തു. എല്ലാ സ്വർഗങ്ങൾക്കും ഉപരി എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 സ്വർഗങ്ങൾ. യഹൂദ ദർശനമനുസരിച്ച് 1-ാം സ്വർഗം ഭൗമിക മണ്ഡലത്തിലെ പ്രത്യേകിച്ച് വായുമണ്ഡലം. 2-ാം സ്വർഗം സൂര്യചന്ദ്ര നക്ഷത്ര വൃന്ദങ്ങളുടെ മണ്ഡലം. 3-ാം സ്വർഗം സ്വർഗീയ മണ്ഡലം, ദൈവദൂതരുടെയും മാലാഖമാരുടെയും ഒക്കെ ദൈവിക മണ്ഡലം. അതിലുപരിയായിട്ടാണ് ദൈവം നിൽക്കുന്നത്. അവൻ മനുഷ്യർക്ക് ദാനങ്ങൾ വിതരണം ചെയ്തു. അവൻ ചിലർക്ക് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകരും മറ്റുമാകാൻ വരം നൽകി. അപ്പസ്തോലന്മാരാകാനുള്ള വരം, പ്രവാചകരാകാനുള്ള വരം, സുവിശേഷ പ്രഘോഷകരാകാനുള്ള വരം, ഇടയന്മാരും പ്രബോധകരുമാകാനുള്ള വരം. യേശു സ്വർഗാരോഹണം ചെയ്ത് ഇപ്പറഞ്ഞ നൽവരങ്ങളെല്ലാം നൽകിയത് എന്തിനാണ്? 1, വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനു വേണ്ടി. 2, ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിന്. 3, ക്രിസ്തുവിന്റെ ശരീരത്തെ പണിതുയർത്തുന്നതിന്. ക്രിസ്തുവിന്റെ ശരീരം എന്ന് പറയുമ്പോൾ സഭയെ പണിതുയർത്തുന്നതിന്. 13-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വാസത്തിന്റെ ഐക്യത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിന്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പരിപക്വതയാർന്ന മനുഷ്യരാവുകയും ചെയ്യുന്നത് വരെ ഇത് തുടരേണ്ടിയിരിക്കുന്നു. മനുഷ്യരെല്ലാവരും ക്രിസ്തുവിനെ കുറിച്ചുള്ള പൂർണ്ണമായ ജ്ഞാനത്തിൽ എത്തിച്ചേരണം. സ്ഥാനത്തിന്റെ പൂർത്തീകരണം സ്വർഗാരോഹണം. സ്വർഗാരോഹണത്തോട് ചേർന്ന് സകലരെയും പുത്രൻ തന്നിലേക്ക് ആകർഷിച്ച് പിതാവിലേക്ക് ഉയർത്തുമെന്ന്. ആരും പാതാളത്തിൽ ഇനി അവശേഷിക്കാത്ത വിധം. ഇത് സാധ്യമാകാൻ വേണ്ടിയാണ് നാം ശുശ്രൂഷ ചെയ്യേണ്ടത്. ഇതിനു വേണ്ടിയാണ് നമുക്ക് കഴിവുകൾ തന്നത്, ദാനങ്ങൾ തന്നത്. സകലരെയും തന്നിലേക്ക് ആകർഷിച്ച് രൂപാന്തരീകരിച്ച് തന്നോടൊത്തു പിതാവിലേക്ക് പരിശുദ്ധ കുർബാനയിലൂടെയാണ് സകലരെയും യേശു തന്നിലേക്ക് ആകർഷിച്ചടുപ്പിക്കുന്നതും സകലരെയും രൂപാന്തരീകരിച്ച് അവിടത്തോടൊത്തു മഹത്വത്തിലേക്ക് നയിക്കുന്നത്. ഈ ഒരു രൂപാന്തരീകരണ പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ സ്വർഗാരോഹണം വഴി സംഭവിക്കുന്നത്. അപ്പൊ യേശു സ്വർഗത്തിലേക്ക് കരേറി പരിശുദ്ധാത്മാവിനെ വർഷിച്ചത് ഇതിനു വേണ്ടിയാണ്. യേശു പോയി പരിശുദ്ധാത്മാവിനെ വർഷിച്ചു. സഭ പെന്തക്കോസ്തിയോടെയാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഈ പരിശുദ്ധാത്മാവിലൂടെ ഈ പൂർത്തീകരണത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. സഭാഗാത്രത്തിലെ അവയവങ്ങളായി പെന്തക്കോസ്തി അനുഭവത്തിലേക്ക് വളർന്നവരിലൂടെയാണ് കർത്താവിനിത് പൂർത്തീകരിക്കാൻ പറ്റുന്നത്. സഭയിൽ പരിശുദ്ധ കുർബാനയിലൂടെ ഈ ശുശ്രൂഷ നിരന്തരം തുടരുന്നു. സ്വർഗാരോഹണം ചെയ്ത കർത്താവാണ് പരിശുദ്ധാത്മാവിനെ നൽകിയത്, ദാനങ്ങൾ നൽകിയത്. അതെന്തിനാ? സഭയെ പണിതുയർത്താൻ, രൂപപ്പെടുത്താൻ, ശുശ്രൂഷ ചെയ്യാൻ, സകലതും കർത്താവിൽ രൂപാന്തരീകരിച്ച് ഏകീകരിക്കാൻ. സ്വർഗാരോഹണവും അതുവഴി ഉണ്ടാകുന്ന പെന്തക്കോസ്തിയും, ഈ പെന്തക്കോസ്തിയിലൂടെ ലോകത്തെ മുഴുവൻ രൂപാന്തരീകരിക്കണം. യേശുവിന്റെ മരണോത്ഥാനത്തിലൂടെ ലോകത്തെ വിശുദ്ധീകരിച്ച് തന്നിലേക്ക് ആകർഷിച്ചടുപ്പിച്ചു. സ്വർഗാരോഹണത്തോടെ എല്ലാവരെയും അവനോടൊത്ത് പിതാവിലേക്ക് ഉയർത്തി. പക്ഷെ നമ്മൾ ഈ ലോകത്തിലാണ്. നമുക്ക് ഈ ശുശ്രൂഷ ചെയ്യാൻ
അവൻ ഉന്നതത്തിൽ നിന്ന് ശക്തി അയച്ചു തന്നു, ദാനങ്ങൾ വിതറി. ഈ ദാനങ്ങൾ സ്വീകരിച്ച് നമ്മൾ സഭയിൽ ശുശ്രൂഷ നിർവഹിച്ച് ക്രിസ്തുവിന്റെ ശരീരത്തെ പണിതുയർത്താൻ, അങ്ങനെ പണിതുയർത്തി എല്ലാവരും വിശ്വാസത്തിന്റെ ഐക്യത്തിലും ക്രിസ്തുവിന്റെ പരിപൂർണതയുടെ അളവനുസരിച്ചുള്ള പരിപക്വതയാർന്ന വ്യക്തിത്വത്തിലേക്കും വളരുന്നതുവരെ ഈ ശുശ്രൂഷ തുടരണം. ഇതിന് അച്ചാരമായി നമുക്ക് നൽകപ്പെട്ടതാണ് സ്വർഗാരോഹണം ചെയ്ത കർത്താവ് നൽകിയ പരിശുദ്ധാത്മാവ്, പെന്തക്കോസ്തി അനുഭവം. എന്റെ രക്ഷ ലോക അതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിന്റെ പ്രകാശമായി നൽകും. ഇതാരുടെ ദൗത്യം? യെശയ്യായുടെ ദൗത്യം, ഇസ്രായേൽ ജനത്തിന്റെ ദൗത്യം. ഇസ്രായേൽ ജനത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ യെശയ്യായുടെയും, ഇന്ന് പഴയ ഇസ്രായേലിന്റെ സ്ഥാനത്ത് പുതിയ ഇസ്രായേലായ നാം സഭ. കാലത്തിന്റെ വെല്ലുവിളികൾ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ഇന്നിന്റെ പ്രവാചക ദൗത്യം എന്തെന്ന് ചിന്തിക്കുക. യെശയ്യാ 35-ാം അധ്യായത്തിൽ പറഞ്ഞത്, വിജനദേശവും വരണ്ട പ്രദേശവും സന്തോഷിക്കും, ഭൂമി ആനന്ദിക്കുകയും പുഷ്പിക്കുകയും ചെയ്യും. കുങ്കുമച്ചെടി സമൃദ്ധമായി പൂവിട്ട് അത് പാടി ഉല്ലസിക്കും. ലബനോന്റെ മഹത്വവും കർമ്മേലിന്റെയും ഷാരോണിന്റെയും പ്രതാപവും അതിന് ലഭിക്കും. അവ കർത്താവിന്റെ മഹത്വം, നമ്മുടെ ദൈവത്തിന്റെ പ്രതാപം ദർശിക്കും. ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും, ബധിരരുടെ ചെവി അടഞ്ഞിരിക്കുകയില്ല. മുടന്തൻ മാനിനെ പോലെ കുതിച്ചു ചാടും, മൂകന്റെ നാവ് സന്തോഷത്തിന്റെ ഗാനം ഉതിർക്കും. മനുഷ്യർക്കും പ്രപഞ്ചത്തിനും പ്രകൃതിക്കും എല്ലാത്തിനും വരുന്ന പരിവർത്തനം, ഈ പരിവർത്തനമാണ് വെളിപാട് പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമി. അപ്പൊ പ്രിയമുള്ളവരെ, സ്വർഗാരോഹണം എന്ന മഹാരഹസ്യം നമ്മെ ഈ ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്ക് ആഹ്വാനം ചെയ്യുകയാണ്. ഇതിന്റെ അർത്ഥതലങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ട് ദൈവിക പദ്ധതി പൂർത്തീകരിക്കാൻ തൃക്കരങ്ങളിലെ ഉപകരണങ്ങളാകാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.